ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലിക്കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് റെസിപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ രണ്ട് പുഡിങ് റെസിപ്പീസ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ക്രീം ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരം പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് അവിടുന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കേക്ക് പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് പാല് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള 1.5 കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറുക്കാൻ വേണ്ടി എടുത്ത ആ പാത്രത്തിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം അരിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ സമയം ഒന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഈ പാൽപ്പൊടിയും ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുറുക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് കട്ടയായി പോവും. പിന്നെ ഈ മൈദയൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല, ഒരു കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ കുറുക്കി എടുത്താൽ മതി. ഇനി ഇതുപോലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക നന്നായിട്ട് പൊടിച്ച് ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തത്. അപ്പോൾ ഇതുപോലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സായി ക്രീം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഒരുപാട് കുറുക്കി എടുക്കേണ്ട, ഈ ഒരു രീതിയിൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പുഡിങ് സെറ്റ് ചെയ്യുമ്പോൾ കേക്കോ ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്ന റസ്ക് വെച്ചിട്ടാണ്. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ റസ്ക് നന്നായിട്ട് വെറ്റായിട്ട് കിട്ടണം. നനഞ്ഞ് കിട്ടിയാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കേക്ക് പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ആവശ്യത്തിന് നമുക്ക് നേർപകുതിയോളം, നമ്മളിപ്പോൾ 2 ലെയറാണ് ചെയ്യുന്നത്, അപ്പോൾ നേർപകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ലെയറും കൂടെ ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. അതായത് റസ്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പിന്നെ റസ്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഇത് ആ ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുമോ, ഈ റസ്ക് എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. സാധാരണ നമ്മൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ വെച്ച് ചെയ്യുന്നേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ക്രീമെല്ലാം നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യുമ്പോൾ ആ ഒരു സ്പാച്ചുലയിലോ അല്ലെങ്കിൽ സ്പൂണിലോ ഒരല്പം വെള്ളം നനച്ചിട്ട് ലെവൽ ചെയ്യുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ടൊരു ഭംഗിക്ക് വേണ്ടി പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബദാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബദാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങളിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ കഴിച്ചിട്ട് പറയുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രീമി ആയിട്ടുള്ള പുഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് ടേസ്റ്റാണെന്ന്. കാണാൻ തന്നെ എന്ത് രസമാണ്, അപ്പോൾ കഴിക്കാൻ പിന്നെ എങ്ങനെയായിരിക്കും. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കാണുന്നേക്കാളും ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു തരം പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുക. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അതായത് ഐസ്ക്രീമൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിൽ ഐസ്ക്രീം ഇച്ചിരി കട്ടിയായിട്ടിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അതായത് ഈ ഒരു പുഡിങ്ങിൻ്റെ പേരാണ് സ്നോ പുഡിങ്. അതായത് നമ്മൾ ഈ പഞ്ഞിയില്ലേ, മഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി ഒരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിപ്പം സാധാരണ നമ്മൾ ഈ പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പാലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഒരുവിധം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇത് നമുക്ക് നേരെ ചൂടായി വന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും, അടിക്ക് പിടിക്കും. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ ഒരല്പം ഫ്ലെയിം, നമ്മൾ നേരത്തെ ലോ ഫ്ലെയിം ആയിരുന്നു വെച്ചത്, ഒരല്പം കൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൂട്ടി കൊടുക്കരുത്, എങ്കിൽ പെട്ടെന്ന് ഇത് കുറുകിപ്പോകും, നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ക്രീമി ടേസ്റ്റ് കിട്ടത്തുമില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്കാളും ഒരല്പം കൂടെ കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രം, ഇത് ജസ്റ്റ് ഓപ്ഷനിലാണ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കുറുകി നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി മണം വരും ഈ ഒരു സമയം. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇനി ഒരുപാടൊന്നും കുറുക്കി എടുക്കണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന സാധാരണ 2 ഗ്ലാസ്സിലാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പോ അല്ലെങ്കിൽ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഈ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ടാണ്. ഇനി ആ ചൂടോടുകൂടി തന്നെ ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ആ പുഡിങ്ങിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണോ ഈ പുഡിങ് ഒഴിച്ചു വെക്കുന്നത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ പുഡിങ് സെറ്റായി കിട്ടും. ഇനി ഒരു 15 മിനിറ്റ് ഇതുപോലെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ അതൊരല്പം ഒന്ന് തണുത്ത് കിട്ടും. എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ 2 ഗ്ലാസും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ ഒരുപാട് പാടൊന്നുമില്ല. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി സൈഡിൽ നിന്നൊക്കെ പതിയെ ഇങ്ങനെ വിട്ട് വരുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരും. പിന്നെ പതുക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ എനിക്ക് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ പതിയെ മാത്രം ചെയ്താൽ മതി. ഞാനിത് ഗ്ലാസ്സിൽ ഒഴിച്ചതുകൊണ്ട് ആ ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കഴിക്കാം. ഞാൻ ഒരല്പം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഹോം മെയ്ഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ, ഹോം മെയ്ഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതാണ്. അതും കൂടെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ജെല്ലി ബോൾസും കുറച്ച് പിസ്തയും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 റെസിപ്പീസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മെയിലിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.